സ്പെയിനിലെ ഒസബൈറോയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. 1300-ൽ ഒസബൈറോയിൽ സന്യാസാശ്രമത്തിലെ ചാപ്പലിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നതിനാൽ അന്ന് ദിവ്യബലിക്ക് ആരെയും വൈദികൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വിശുദ്ധ കുർബാനയിൽ ആഴമായ വിശ്വാസമില്ലാതിരുന്ന വൈദികൻ പെട്ടെന്ന് കുർബാന ചൊല്ലിത്തീർക്കാമെന്ന ധാരണയിൽ അൾത്താരയിൽ അണഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഒരു കർഷകൻ ബലിയർപ്പിക്കാൻ ദേവാലയത്തിലെത്തി. കർഷകനോടൊപ്പം വൈദികൻ അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്കിടയിൽ കൂദാശവചനം ഉച്ചരിച്ചപ്പോൾ ഓസ്തിയും വീഞ്ഞും ഈശോയുടെ മാംസവും രക്തവുമായി മാറി. അതേസമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം തിരുശരീര രക്തങ്ങളെ ആരാധനാപൂർവം കുമ്പിടുന്നതും ആ കർഷകൻ കണ്ടു. അവിശ്വാസിയായ ആ വൈദികൻ ദിവ്യകാരുണ്യത്തിലെ ജീവിക്കുന്ന ഈശോയിൽ വിശ്വസിച്ചു. ഈ അത്ഭുതത്തിൻ്റെ ആധികാരികത തെളിയിക്കുന്ന ധാരാളം സാക്ഷ്യങ്ങളുണ്ട്. അതിൽ 1487-ൽ ഇന്നസെൻ്റ് 8-ാമൻ പാപ്പയുടെയും 1496-ൽ അലക്സാണ്ടർ പാപ്പയുടെയും ചാക്രിക ലേഖനങ്ങളാണ് ഏറ്റവും പ്രധാനമായുള്ളത്.